സാർ, താങ്കൾ ഒരു സെലിബ്രിറ്റിയെ പോലെയാണ്. എന്റെ കൂട്ടുകാർ എന്നോട് ചോദിക്കുമ്പോൾ ഏത് ആക്ടറെ, ഏത് ആക്ട്രസിനെയാണ് ഇഷ്ടമെന്ന്, അപ്പോൾ നിങ്ങളുടെ ചിത്രമാണ് മനസ്സിൽ വരുന്നത്. താങ്കളെ നേരിൽ കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. എനിക്ക് എത്രത്തോളം സന്തോഷമുണ്ടെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. എന്റെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു, ഭാഗ്യമെന്ന് പറയുന്ന ഒന്നുണ്ടോ? കാരണം എനിക്കൊരു ഫൈറ്റർ പൈലറ്റായി എയർഫോഴ്സിൽ ചേരണമായിരുന്നു. ഞാൻ ശ്രമിച്ചു, SSB ഇന്റർവ്യൂ ക്ലിയർ ചെയ്തു, മെഡിക്കൽസും ക്ലിയർ ചെയ്തു. പക്ഷേ ഞാൻ 2 തവണ മെറിറ്റ് ഔട്ട് ആയി. ഇപ്പോൾ ഞാൻ CISF-ൽ സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുകയാണ്. എനിക്കിപ്പോഴും ശ്രമിക്കാൻ അവസരമുണ്ട്. എന്റെ SSB ഇപ്പോഴുമുണ്ട്. പക്ഷേ എന്റെ മാതാപിതാക്കൾ പറയുന്നത് പോലെ ദൈവം ചെയ്യുന്നത് എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് പറയുന്ന ഭാഗ്യമെന്നൊന്നുണ്ടോ? നിങ്ങൾ എപ്പോഴും പറയുന്നത് കഠിനാധ്വാനം വലുതാണ്. റാൻഡംനെസ് ഉണ്ട്. അത് വളരെ വലിയ കാര്യമാണ്. ലോകത്തിലെ എല്ലാം തന്നെ റാൻഡമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ ഭാഗ്യം എന്ന് വിളിക്കണമെങ്കിൽ വിളിക്കാം. പക്ഷേ അതിനേക്കാൾ വലിയ ശക്തി മനുഷ്യന്റെ ബോധത്തിനാണ്. ജീവിതം 2 കാര്യങ്ങളെ ആശ്രയിച്ചാണ് നടക്കുന്നത്. ഒന്ന്, യാദൃച്ഛികത. അതിനെ നിങ്ങൾക്ക് ഭാഗ്യം എന്ന് വിളിക്കാം. രണ്ടാമത്തേത്, എന്ത് സംഭവിച്ചാലും അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം. ഒന്ന് പുറത്തു നടക്കുന്നു, അത് റാൻഡമായി സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചുപോയി ചെക്ക് ചെയ്താൽ ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടാകാം. അത് ആർക്ക് വേണമെങ്കിലും വരാം. അതൊരു റാൻഡം സംഭവമാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ്. അത് നമ്മുടെ കൈകളിലാണ് ഉള്ളത്. രണ്ടാമത്തെ കാര്യം ആദ്യത്തേതിനേക്കാൾ വലുതാണ്. അതിനാൽ നിങ്ങളുടെ ബോധം ഏത് തരത്തിലുള്ള ഭാഗ്യത്തെക്കാളും വലിയ കാര്യമാണ്. ഭാഗ്യം ചെയ്യേണ്ടത് ചെയ്യും. അതൊരു റാൻഡം സംഭവമാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. പ്രകൃതിയുടെ യാദൃച്ഛികതകളും ജീവിതത്തിലെ യാദൃച്ഛികതകളും നടന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അതല്ല യഥാർത്ഥ കാര്യം. അതിനെ യഥാർത്ഥമായി എടുക്കരുത്. അതിനെ വലിയ കാര്യമായി കണക്കാക്കരുത്. യഥാർത്ഥ കാര്യം ഇതാണ്: എനിക്ക് എന്ത് സംഭവിച്ചോ അതിനോട് ഞാൻ എങ്ങനെ പ്രതികരിച്ചു. സംഭവം സംഭവിച്ചു പോയി. ആ സംഭവത്തോട് എന്റെ നിലപാട് എന്തായിരുന്നു? ആ സംഭവത്തിന് എന്റെ മറുപടി എന്തായിരുന്നു? ആ സംഭവം എന്നെ ഉള്ളിൽ നിന്ന് തകർത്തില്ലല്ലോ. ഏതെങ്കിലും ഒരു സംഭവത്തിന് വലിയതായി മാറാൻ ഞാൻ അനുവാദം നൽകിയില്ലല്ലോ. പുറമേ നിന്ന് വന്ന സ്വാധീനം എന്നെ സ്വാധീനിക്കുകയും എന്നെ മറ്റൊരാളായി മാറ്റുകയും ചെയ്തില്ലല്ലോ. ഇങ്ങനെയൊന്നും സംഭവിക്കാൻ അനുവദിക്കരുത്.